ഇനിയാണ് ഗെയിം. ഗെയിം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഭയങ്കര ആവേശം. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇവര് ഇങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് വലിയ പണിയുള്ള ഗെയിം നമുക്കിപ്പോ കൊടുക്കണ്ട. ശരീരം അനങ്ങാത്ത എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം. നിങ്ങൾ ഒരിടത്ത് നിന്നങ്ങ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം കുപ്പി ഗെയിം. വേണ്ട, ടച്ചിങ്സിനുണ്ടല്ലോ, നൂലുണ്ട്, പേനയുണ്ട്. കുപ്പിക്കുള്ളിലെ ഭൂതം. കാരണം കുപ്പിക്കുള്ളിലാക്കുന്ന ഗെയിമാ. ഓക്കെ, കേട്ടില്ല. കുപ്പിക്കുള്ളിലെ ഭൂതം. കുപ്പിക്കുള്ളിലെ ഭൂതം. പക്ഷെ പേര് പോലെ അത്ര ടെറർ അല്ല, ഹൊററുമല്ല. ഈ കുപ്പി കാണുമ്പോ എന്തായാലും ഓംഹ്രീൻ കുട്ടിച്ചാത്ത ഓർമ്മ വരും. എന്തോ ഓംഹ്രീൻ കുട്ടിച്ചാത്ത. നമുക്ക് നോക്കാം. രണ്ടുപേരും ദീപൻ യമുനേഷ് രണ്ട് സൈഡ് നിൽക്കണേ. ഗെയിം എന്താന്ന് വെച്ചാ നിങ്ങൾ രണ്ട് ടീമിലെ രണ്ടുപേരും ഈ നൂലിന്റെ അറ്റത്ത് രണ്ടുപേരും കടിക്കുക. അതിന്റെ സെന്ററിൽ ഞങ്ങൾ ഈ പേന എടുത്ത് ഇങ്ങനെ കോരിത്തിട്ട് തരും. എന്നിട്ട് നിങ്ങൾ സ്നേഹത്തോടെ ആ പേന സേഫ് ആയിട്ട് ഈ കുപ്പിക്ക് ഉള്ളിൽ ലാൻഡ് ചെയ്യിപ്പിക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ലാൻഡ് ചെയ്യിപ്പിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് നിങ്ങൾ ഇങ്ങനെ കടിച്ചു പിടിച്ച് ഫേസ് ടു ഫേസ് നിൽക്കുക നിങ്ങള്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഇതാകാവൂ. അതല്ലാതെ മുമ്പോട്ട് വന്നിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാലനക്കാൻ പാടില്ല. അപ്സര അപ്പുറത്ത് പോയി നമ്മളിത് കടിച്ചിട്ടില്ല, പക്ഷെ പേന ഉണ്ടാകും. ഒന്ന് വെച്ച് കൊടുത്തേ. അതിങ്ങനെ ഉണ്ടാവും. അപ്പൊ കടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ 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 പൊങ്ങുകയും താഴെ മാത്രം ചെയ്യും. ഫോർവേഡ് വരാൻ പാടില്ല. അത്രേ റെഡി, വിട്ടോ ചേട്ടൻ കടിച്ചോ. ഞാൻ റെഡി, 1 2 3 സ്റ്റാർട്ട്. വീരോടും വാശിയോടും കൂടിയ ആ മത്സരമാണ് നടക്കുന്നത്. ടൈം നോക്കുന്നുണ്ട്. പറ്റും. ശരിയിട്ടെ. ഓക്കെ, കറക്റ്റാണ് ദീപ. ഒരു മിനിറ്റ് കൊണ്ട് 2 പേനകൾ. വെരി ഗുഡ്. അടുത്ത ടീം വരട്ടെ. ആ ലൈൻ നോക്കിയാലേ. റെഡി, അപ്പോ മത്സരം ആരംഭിക്കാൻ പോകുന്നു. 1 2 3 സ്റ്റാർട്ട്. വീണ്ടും വീണ്ടും സമയം കഴിഞ്ഞു. സൂപ്പർ കോർഡിനേഷൻ. Understanding and coordination. Super. Vishnu Joshi and Nadra. Come on. കോർഡിനേഷൻ ഒട്ടുള്ള ടീമാണ്. ഒരു 10 പ്രാവശ്യം. അറ്റത്ത് പിടിക്കുക, ആ ലൈനിൽ നിൽക്കുക. കുപ്പിക്കുള്ളിൽ പേന. മത്സരം തുടരുന്നു. അടുത്ത ടീം നാദ്രയും വിഷ്ണു. റെഡി, 1 2 3 സ്റ്റാർട്ട്. പറ്റും. യെസ്, പോരട്ടെ. ഒന്ന്. ഓക്കേ, ടൈറ്റ്. ഓക്കേ, വീണ്ടും. വരട്ടെ, ഫ്രണ്ടിലേക്ക് വരട്ടെ. 2. ഓക്കേ.
വാ വെച്ചോ ഒന്ന് വേഗം നാല് വീണ്ടും ഇതാ ടൈറ്റ് down അഞ്ച് പിടിച്ചോ സമയം കഴിഞ്ഞു സൂപ്പർ അഞ്ച് കാലിടിച്ച് അങ്ങനെ 1 മിനിറ്റ് കൊണ്ട് 5 പേരെയാണ് അവർ കുപ്പിക്കകത്താക്കിയിരിക്കുന്നത്. കുപ്പിയിലാക്കാൻ ഇവരെ പോക്കറ്റേ ഉള്ളൂ. പിന്നെ അല്ല. അടുത്തതായി നവീൻ ആൻഡ് ബീന ആൻഡ് ബീനേച്ചിക്ക് പകരം മത്സരിക്കുന്നത് അപ്സരയാണ്. ഞാനുണ്ടാ ഓക്കെ റെഡി ടൈറ്റിൽ പിടിച്ചോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഷൈൻ ജയ് വീണ്ടും ടൈറ്റ് അത്രത കൈ ആ അത്ര ചുണ്ടിലെ കടിച്ചു വെച്ചേക്കണേ, പല്ലിലല്ല. കൈയടിച്ചു കൊടുക്ക് അത്രത്തിൽ പല്ലി കടിക്ക് ചേച്ചി. അത്രേ ഉള്ളൂ. ഈസി ഒരാള് നവീൻ ചേട്ടാ, ആട്ടം കൂടുതല അവൻ ചേട്ടൻ ഇടാൻ എടുക്കണല്ലേ ഇറക്കൽ. പിന്നെ ജഡ്ജിനെ സ്വാധീനിക്കാൻ നോക്കി. അതെ അല്ല പിന്നെ ടൈം ഔട്ട്. ടൈ പൊസിഷൻ. അത്ര ചിരിയൊന്നും വേണ്ട. എന്താ നമ്മള് 4ാമത്തെ സമയം കഴിഞ്ഞു തീരം തോക്കുമല്ലേ, പിന്നെന്താ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് തോൽവി നിങ്ങൾക്കൊരു പുത്തിരിയല്ല. അല്ല ആയിക്കോട്ടെ, അതിപ്പോ പിന്നെ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയാനുള്ള. പക്ഷെ അപ്സര നന്നായിട്ട് ചെയ്തു, അപ്സര പ്രതികരിച്ചു. അപ്സര ഉള്ളത് കൊണ്ട് 4 എടുക്കാൻ പറ്റി. സാരല്ല കുട്ടാ, പോട്ടെ. അതും പോയി. വേറെ കാര്യം, ഉള്ളതും നവീൻ ചേട്ടന് ഇപ്പൊ സമ്മാനം കിട്ടാത്തതിലല്ല വിഷമം. അല്ലല്ല എന്നെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിട്ട് തോറ്റു പോയതിലാ. അല്ല, തോറ്റു പോകണമെന്നല്ല, നമുക്കൊരു പ്രശ്നമല്ല. അതൊരു പ്രശ്നമല്ല. പിന്നെ ജയം അതിലും വലിയ കാര്യമൊന്നും നമ്മള് ടീമായിട്ട് 4 ആക്കി. ഇതാണ് നവീൻ തോറ്റു പോകുന്ന നമുക്കൊരു പ്രശ്നമല്ല. പിന്നെ ജയം അവന് പിന്നെ സ്ഥിരമുള്ളതല്ലേ, അതൊരു പ്രശ്നമേ അല്ല. ശരി, അപ്പൊ സമ്മാനം കൊടുക്കട്ടെ. ഉറപ്പായിട്ടും. ഇത് വേറെ കൊണ്ടല്ല, അപ്സരയ്ക്ക് സമ്മാനം കിട്ടി പിന്നെ ഇപ്പൊ എടുത്തോണ്ട് ഒരാളില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് സമ്മാനം കിട്ടി, അനീഷ് ചേട്ടൻ പോയി എടുക്കരുത്. ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത, പക്ഷെ എനിക്ക് നല്ല മനസ്സായതുകൊണ്ട് ഞാൻ എല്ലാം. അപ്പോ ഈ മത്സരത്തിൽ കുപ്പിക്കുള്ളിൽ ഭൂതം നാദറ ആൻഡ് വിഷ്ണു കണ്ടിന്യൂസ് ആയിട്ട് സമ്മാനം അടിച്ചോണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് കൊണ്ട് വീട് നിറഞ്ഞു. ഓ അടിപൊളി. ശാപം ഒരിക്കലും നിങ്ങൾക്ക് നിറഞ്ഞോ? ഇല്ല, ഒരു സെക്കൻഡ്. ഈ അവസരത്തിൽ ഞാൻ നാദ്രനോട് കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങള് ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണ്, ഒരുമിച്ച് കപ്പടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഫിറയുടെ ഗിഫ്റ്റ് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ഒരു അവസരത്തിൽ അത് ചെയ്യാനുള്ള കാരണം നമുക്കറിയില്ല. നമുക്ക് എല്ലാവർക്കും സമ്മാനം കിട്ടാറുണ്ട്, നമ്മൾ വീട്ടിൽ പക്ഷെ ഇവര് ഞാനും നാദ്രയും കൂടി പറഞ്ഞോട്ടെ, ഞാനും നാദ്രയും കൂടി ആലോചിച്ചായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ അതിശേട്ടെ, ഞാനൊന്ന് നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു, നമുക്കിനി ഇതടിക്കുവാണെങ്കിൽ ഇവർക്ക് ഇത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്കല്ല, ഞങ്ങൾ സമ്മാനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട്
ഫസ്റ്റ് പ്രൈസ് മേടിച്ച് വീട്ടുകളിൽ കൊണ്ടുപോകുമ്പോ ഞങ്ങളെ വീട്ടിലുണ്ടാ കുടുംബക്കാര് ഞങ്ങൾക്ക് അമ്മയും പെങ്ങളൊക്കെ അവര് ചോദിച്ചോണ്ടിരിക്കുക അപ്പം ഞങ്ങളല്ല ഒരു അനിയനുണ്ട് ഒരു പെങ്ങളുണ്ട്. ഒരു 10 ക്ലിപ്പ് അന്വേഷിച്ച് നേരത്തെ വെച്ചു കൊടുത്തേ. മേലെ ആവർത്തിക്കുക ഞങ്ങള് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചോദിക്കരുത്. അപ്പൊ മാത്രം നമുക്ക് ഇവർക്ക് ആ ഒരു ചടങ്ങ് നമുക്ക് നിർവഹിക്കാം. കൈയടിക്കോ? കൈ അവിടെ വെക്കൂ.